കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ വൻ കഞ്ചാവ് വേട്ടയെന്ന നടുക്കുന്ന വാർത്തയോടെയാണ് ഇന്ന് കേരളക്കര ഉണർന്നത്. SFI യൂണിയൻ ജനറൽ സെക്രട്ടറി അടക്കം 3 പേരെയാണ് കഞ്ചാവുമായി ബന്ധപ്പെട്ട കേസിൽ ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക്. കോളേജിലെ SFI യൂണിയൻ സെക്രട്ടറി അടക്കം 3 പേരെയാണ് ഇന്നലെ നടത്തിയ പരിശോധനയിൽ പിടികൂടിയത്. ഹോളി ആഘോഷത്തിന് എത്തിച്ച 2 കിലോഗ്രാം കഞ്ചാവാണ് കളമശ്ശേരി പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ SFI യൂണിയൻ സെക്രട്ടറി കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ്, 3ാം വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഹരിപ്പാട് സ്വദേശി ആദിത്യൻ, കുളത്തൂപ്പുഴ സ്വദേശി ആകാശ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ഹോസ്റ്റൽ മുറിയിലെ ഷെൽഫിൽ പോളിത്തീൻ കവറിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ് കണ്ടെത്തിയത്. പരിശോധനയിൽ ഗർഭനിരോധന ഉറകളും മദ്യക്കുപ്പികളും അടക്കം കണ്ടെത്തിയതായി പോലീസ് പറയുന്നുണ്ട്. ഹോസ്റ്റലിൽ നിന്ന് ത്രാസ് അടക്കം കണ്ടെത്തിയത് കോളേജ് ഹോസ്റ്റൽ ഒരു കഞ്ചാവ് വിൽപ്പനാ കേന്ദ്രമാക്കി വിദ്യാർത്ഥികൾ ഉപയോഗിച്ചെന്ന ആരോപണത്തിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സംഭവത്തിൽ പ്രതികരിക്കുകയാണ് പ്രിൻസിപ്പൽ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഇവിടെ മറ്റ് ക്യാമ്പസുകളെ പോലെ തന്നെ നടക്കുന്നുണ്ട്. പിന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സ്ഥാപനമാകുമ്പോഴത്തേക്ക് നമ്മൾ കുട്ടികളുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. അവരുടെ ദൈനംദിന കാര്യങ്ങൾ, അവരുടെ ഭാവമാറ്റങ്ങളെല്ലാം ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. സംഘർഷം എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ആ രീതിയിലുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് നിരന്തരമായിട്ടുള്ള നിർദ്ദേശങ്ങളും തരുന്നുണ്ട്. ഇപ്പം എങ്ങനെയാണ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്, ഇപ്പോൾ ഇതുപോലെ എന്തെങ്കിലും സംഭവം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അപ്പം അത് കറക്റ്റായിട്ട് ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കും ഒരു പ്രോട്ടോക്കോൾ ഓൾറെഡി നിലവിലുണ്ട്. ആഘോഷങ്ങൾ നടത്തുന്നതിന് ഗവൺമെൻറ് വ്യക്തമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശം തന്നിട്ടുണ്ട്. ആ മാർഗ്ഗനിർദ്ദേശത്തിൽ പറയുന്നത് പോലെ തന്നെ ഏതൊരു ആഘോഷമാണെങ്കിലും അത് അധികാരികളെ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ആഘോഷം നടക്കുന്നതിന് മുമ്പ് നമ്മൾ എഴുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറും. അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുമ്പോഴത്തേക്കും അവർ സ്വാഭാവികമായിട്ടും അതിനകത്തൊരു വിജിലൻ്റായിട്ട് നിലപാടെടുക്കും. ഇപ്പം ഹോളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആഘോഷത്തിന് അവർ ആവശ്യപ്പെട്ടപ്പോഴത്തേക്ക് നമ്മൾ ആ നടപടി സാധാരണ ഒരു നടപടിയുടെ ഭാഗമായിട്ട് തന്നെ പോലീസിനെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് കിട്ടിയ ഫർദർ ഇൻഫർമേഷൻ്റെ ബേസിസിലായിരിക്കാം അവർ ഈ റെയ്ഡ് പ്ലാൻ ചെയ്തത്. ഇത്തവണ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഇൻസിഡൻസ് മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് ആഘോഷമായിട്ട് ബന്ധപ്പെട്ട് വന്നതായിരിക്കാം. ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന യൂണിയൻ ഭാരവാഹിയും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. ഇതിപ്പം കോളേജ് യൂണിയൻ ആണെങ്കിലും വിദ്യാർത്ഥി സംഘടനകളാണെങ്കിലും നിലവിലുള്ള സാഹചര്യത്തിൽ ഇതെല്ലാം ലഹരിക്കെതിരെയാണ്. അപ്പോൾ ഒരു കുട്ടികൾ ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും ഇതിലേപോലുള്ള സാഹചര്യങ്ങളിൽ വന്നുപെടാനോ ട്രാപ്ഡാകാനോ ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ യൂണിയനോ സംഘടനകൾക്കൊന്നും ഇതിനകത്ത് പ്രത്യേകിച്ച് ഇൻവോൾവ്മെൻ്റ് ഇല്ല ഈ ഒരു ഇതിൽ. ഇനിയിപ്പോൾ എന്താണ് അവൻ എങ്ങനെ അതിനകത്ത് വന്നുപെട്ടു എന്നുള്ളതെന്നൊക്കെ നമുക്കും ഒരു വ്യക്തതയില്ല. അത് പോലീസ് അത് അന്വേഷിച്ച് ഒരു മറുപടി കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കാം. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു കോളേജ് ഹോസ്റ്റലിൽ നിന്ന് ഇത്രയധികം കഞ്ചാവ് പിടികൂടുന്നത്. 2 ആഴ്ച മുമ്പ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളെ കോളേജ് സമീപത്ത് നിന്ന് കഞ്ചാവുമായി പോലീസ് പിടികൂടിയിരുന്നു. ഇതോടെ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കോളേജ് ഹോസ്റ്റലിനുള്ളിൽ പരിശോധന നടത്തിയത്. ഇതിന് പിന്നാലെ കേസിൽ അറസ്റ്റിലായ SFI യൂണിയൻ സെക്രട്ടറിക്ക് സംഭവവുമായി ബന്ധമില്ലെന്ന് SFI നേതൃത്വം വ്യക്തമാക്കി. ഓടി രക്ഷപ്പെട്ടവർ KSU പ്രവർത്തകരാണെന്നും ഇപ്പോൾ പിടികൂടിയവർ അവർക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ടെന്നും SFI ആരോപിക്കുന്നു. കളമശ്ശേരി പോളിടെക്നിക്കിൽ മാത്രമല്ല കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള ലഹരി ഒരുപാട് പ്രവർത്തനങ്ങൾ ക്യാമ്പസുകൾക്കകത്ത്, പ്രത്യേകിച്ച് SFI നേതൃത്വം കൊടുക്കുന്ന ക്യാമ്പസുകൾക്കകത്താണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നതെന്ന് നമ്മളെല്ലാവർക്കും അറിയാം. ഇവിടെ ഈ കഞ്ചാവ് പിടികൂടുന്ന സമയത്ത് അതിനു മുമ്പായിട്ട് തന്നെ പ്രിൻസിപ്പൾക്ക് ഇത്തരത്തിലുള്ള വിവരം ലഭിക്കുന്നു, അല്ലെങ്കിൽ പ്രിൻസിപ്പൾക്ക് ഈ വിഷയങ്ങൾ അറിയുമ്പോൾ തന്നെ പോലീസിനെ അറിയിക്കുന്നതിന് പകരമായിട്ട് ഇവിടുത്തെ SFIയുടെ പ്രവർത്തകരെ അല്ലെ SFIയുടെ നേതാക്കളെ സംരക്ഷിക്കുന്ന ഒരു കാര്യമാണ് നിലവിൽ പ്രിൻസിപ്പൾ അടക്കമുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലാണ് കോട്ടയത്തുള്ള വലിയ നഴ്സിംഗ് കോളേജിൽ റാഗിങ്ങുമായി ബന്ധപ്പെട്ട വിഷയം നടന്നിട്ടുള്ളത്. അതിലും പ്രതിസ്ഥാനത്ത് SFI ആണ്. ഏതൊരു വിഷയം നടക്കുന്ന സമയത്തും കഞ്ചാവ് കേസാണെങ്കിൽ പോലും ലഹരി വിഷയങ്ങളാണെങ്കിൽ പോലും അതിൻ്റെ എല്ലാം പ്രതിസ്ഥാനത്ത് വരുന്നത് കേരളത്തിലെ ഒരു വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SFI ആണ്. എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള പ്രതിസ്ഥാനത്ത് വരുന്നത്? ഇവരെന്തുകൊണ്ടാണ് ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇവർ വലിയ ബോധവൽക്കരണം അത്തരത്തിലുള്ള കാര്യങ്ങൾ ക്യാമ്പസുകൾക്കകത്ത് നടക്കുമ്പോൾ അല്ലെങ്കിൽ നടത്തുന്നു എന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ ഇവരുടെ നേതാക്കളാണ് ഇതിൽ പിടിക്കപ്പെടുന്നത്.
യൂണിയൻ സെക്രട്ടറിയാണ് ഈ കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ളത്. എന്ത് വിശദീകരണം കൊടുത്തു കഴിഞ്ഞാലും എല്ലാ കാലഘട്ടത്തിലും ലഹരിക്കും അത്തരത്തിലുള്ള റാഗിങ് പോലെയുള്ള വിഷയങ്ങളിൽ നേതൃത്വം കൊടുക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയായിട്ട് SFI മാറുന്നു. SFIക്ക് വലിയ രീതിയിലുള്ള അപ്രമാദിത്വമുള്ളൊരു ക്യാമ്പസാണ് കളമശ്ശേരി പോളിടെക്നിക്. നമ്മൾക്കറിയാം SFI ഭരിക്കുന്ന ഒരു ക്യാമ്പസ്. SFIയുടെ പ്രവർത്തകർ മറ്റുള്ള സംഘടനയെ ക്യാമ്പസിലേക്ക് അടുപ്പിക്കാത്ത ഒരു സാഹചര്യമുണ്ട് ഈ ക്യാമ്പസിനകത്ത്. അത് KIC ആണെങ്കിലും SFI ആണെങ്കിലും ഇവർ രണ്ടുപേരും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്. പ്രിൻസിപ്പൾ അടക്കമുള്ള ആളുകൾ പറയുന്നത് ഇവിടെ പലപ്പോഴും കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങൾക്കറിയാം, അറിയുമെങ്കിൽ പോലീസിനെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം പ്രിൻസിപ്പൾക്കുണ്ട്. ഇത്ര വലിയൊരു ക്യാമ്പസാണ്. നമ്മൾക്കറിയാം എറണാകുളം ജില്ല പോലൊരു ജില്ലയാണ്, പ്രധാനപ്പെട്ട ഒരു ജില്ലയിലാണ് ക്യാമ്പസ് ഉള്ളത്. അവിടെ ഇത്തരത്തിൽ ലഹരി വരുന്ന സമയത്ത് പ്രിൻസിപ്പൾ അടക്കമുള്ള ആളുകൾ, ഇടതുപക്ഷത്തിൻ്റെ സഹായത്തോടെയുള്ള ചില അധ്യാപകർ ഇതിന് കൂട്ടുനിൽക്കുന്നുണ്ട്. അത് കേരളത്തിൻ്റെ വിദ്യാർത്ഥികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് SFI നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്കിതിൽ പറയാനുള്ളത്. കളമശ്ശേരി പോളിടെക്നിക്ക് മാത്രമല്ല, കേരളത്തിൽ SFI നേതൃത്വം കൊടുക്കുന്ന ക്യാമ്പസുകൾക്കകത്ത് വ്യക്തമായിട്ടുള്ള റെയ്ഡുകൾ നടക്കണം. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള കൃത്യമായ അന്വേഷണം നടത്തണം. ഇവിടെ ABVPക്ക് പറയാനുള്ളത്, ആ പ്രതികളായിട്ടുള്ളവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിട്ടുള്ള ഒരു കാര്യമാണ് നടന്നിട്ടുള്ളത്. അത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടേണ്ട ഒരു കാര്യമല്ല. 2 കിലോ കഞ്ചാവ് പിടികൂടുമ്പോൾ, അത് ഹോസ്റ്റൽ മുറിയിൽ നിന്ന് പിടികൂടുമ്പോൾ, SFIയുടെ യൂണിയൻ സെക്രട്ടറിയുടെ മുറിയിൽ നിന്ന് പിടികൂടുമ്പോൾ എങ്ങനെയാണ് അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുക? ഇത് പോലീസും പ്രിൻസിപ്പളും അല്ലെങ്കിൽ കോളേജ് അധികാരികളും SFI അടക്കമുള്ള നേതൃത്വത്തിൻ്റെ ഒരു ഒത്തുകളിയാണ്. ഇതിനെതിരെയാണ് ജനങ്ങൾ അണിനിരക്കേണ്ടത്. ഇത് SFI നേതൃത്വം പ്രതിസ്ഥാനത്ത് വരുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നടക്കുകയാണ്. അതിനെതിരെ ശക്തമായി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ABVP നേതൃത്വം കൊടുക്കുമെന്നാണ് പറയാനുള്ളത്.